കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിൽ കോട്ടയ്ക്കലിനടുത്ത് മാറാക്കര പഞ്ചായത്തിൽ കാടാമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ശ്രീ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ ആദിപരാശക്തിയെ വനദുർഗ അഥവാ കിരാത രൂപത്തിലുള്ള ശ്രീപാർവതിയായി ഇവിടെ ആരാധിക്കുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ പരാശക്തിയുടെ 3 പ്രധാന സങ്കല്പങ്ങളിലും ആരാധിക്കപ്പെടുന്നു. ഇവിടെ വിഗ്രഹപ്രതിഷ്ഠയില്ല. പകരം ഒരു കുഴിയുടെ മുകളിലുള്ള കണ്ണാടി മാത്രമാണ് പ്രതിഷ്ഠ. ശ്രീചക്ര പ്രതിഷ്ഠയാണ്. കണ്ണാടിയിൽ കാണുന്ന ഭക്തരുടെ പ്രതിബിംബം തന്നെയാണ് ഭഗവതിക്കുമെന്ന അദ്വൈത വിശ്വാസം ഇത് സൂചിപ്പിക്കുന്നു. വനദുർഗാഭാവം ഉള്ളതിനാൽ ശ്രീകോവിലിൻ്റെ മേൽക്കൂരയില്ല. സാക്ഷാൽ പ്രകൃതിയായ ഭഗവതി മേൽക്കൂരയില്ലാത്ത ശ്രീകോവിലിലൂടെ പ്രകൃതി പ്രതിഭാസങ്ങളെ നേരിട്ട് ഏറ്റുവാങ്ങുന്നു എന്നതാണ് സങ്കല്പം. ഇവിടുത്തെ പൂമൂടൽ, മുട്ടറുക്കൽ എന്നീ വഴിപാടുകൾ പ്രസിദ്ധമാണ്. ഇവ നടത്തി പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യം ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയും കന്നിമാസത്തിലെ നവരാത്രിയും ഒഴികെ ഉത്സവമോ മറ്റാഘോഷങ്ങളോ ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നില്ല. എന്നാൽ എല്ലാ വർഷവും ധനുമാസത്തിലെ, അതായത് ഡിസംബർ അവസാന ആഴ്ച, ദുർഗായുധ ലക്ഷാർച്ചനയും അതോടനുബന്ധിച്ച് കഥകളി ഉൾപ്പെടെയുള്ള കലാപരിപാടികളും നടക്കുന്നു. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, പൂർണ്ണ പുഷ്പകലാ സമേതനായ ശാസ്താവ്, നരസിംഹമൂർത്തി, സുദർശനമൂർത്തി, നാഗദൈവങ്ങൾ എന്നിവർ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ക്ഷേത്രഭരണം നടത്തിപ്പോരുന്നത്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ഏറ്റവും വരുമാനമുള്ള ക്ഷേത്രമാണിത്. ചൊവ്വ, വെള്ളി, ഞായർ, പൗർണമി, നവരാത്രി മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിന് എത്തിച്ചേരാറുണ്ട്. ചരിത്രം. കാടാമ്പുഴ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകാലം വ്യക്തമായി അറിയാൻ രേഖകളില്ല. മുട്ടറുക്കൽ തുടങ്ങിയ ആചാരങ്ങൾ ഉള്ളതിനാൽ ഇതൊരു ജൈനബുദ്ധ ക്ഷേത്രമായിരുന്നെന്നും അതിനുശേഷം ശങ്കരാചാര്യരുടെ കാലത്ത് ഹൈന്ദവ ക്ഷേത്രമായി പരിവർത്തനം ചെയ്തതായും കണക്കാക്കാം. ഐതിഹ്യം. പാശുപതാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു. എന്നാൽ അർജുനൻ്റെ അഹങ്കാരമടങ്ങിയ ശേഷം ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാളവേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനൻ്റെ തപസ് മുടക്കുവാൻ വേണ്ടി പന്നിയുടെ വേഷത്തിൽ പറഞ്ഞയച്ചു. ഇത് കണ്ടുനിന്ന ശിവൻ പന്നിയെ അമ്പെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി. ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു. പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി. അമ്പുകളേറ്റ് ശിവന്റെ ശരീരം കീറിമുറിഞ്ഞപ്പോൾ പാർവതി അർജുനനെ ശപിച്ചു. എയ്യുന്ന ശരങ്ങൾ പുഷ്പങ്ങളായി വർഷിക്കട്ടെ. കാട്ടാളവേഷത്തിൽ വന്നിരിക്കുന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പ് അപേക്ഷിച്ചു. ശിവനും പാർവതിയും സന്തുഷ്ടരായി പാശുപതാസ്ത്രം സമ്മാനിച്ചു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് കാടാമ്പുഴ ഭഗവതിക്ക്. അർജുന ബാണങ്ങൾ പൂക്കളായി വർഷിച്ചതിൻ്റെ സ്മരണയ്ക്കായി പ്രതിഷ്ഠയ്ക്ക് ശേഷം ശങ്കരാചാര്യരാണ് പൂമൂടൽ ചടങ്ങ് ആരംഭിച്ചതെന്നാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ ദേവീപ്രതിഷ്ഠ നടത്തിയത് ശങ്കരാചാര്യരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. കിരാത പാർവതി ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കാൻ വേണ്ടി പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹമന്ത്രവും ജപിച്ചു പ്രീതിപ്പെടുത്തുകയും ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിൻ്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ശാന്തസ്വരൂപിണിയാക്കി തീർക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ദേവി ഒരിക്കലും ഉഗ്രസ്വരൂപിണി ആകാതിരിക്കാൻ സുദർശനത്തെയും നരസിംഹത്തെയും ദേവിക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചതെന്നും ഐതിഹ്യമുണ്ട്. പ്രതിഷ്ഠ. പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തി വനദുർഗാഭാവത്തിലുള്ള ഈ ശിവപാർവതിയാണ്. വിഗ്രഹരൂപത്തിൽ പ്രതിഷ്ഠയില്ല. ഒരു കുഴിയിൽ അദൃശ്യരൂപത്തിൽ പരാശക്തി ചൈതന്യം കുടികൊള്ളുന്നു. മുമ്പിൽ ഒരു കണ്ണാടി ബിംബവുമുണ്ട്. പടിഞ്ഞാറോട്ടാണ് ദർശനം. കണ്ണാടിയിൽ നോക്കുന്ന ഭക്തരും ഭഗവതിയും ഒന്നാകുന്നു എന്ന അദ്വൈത സങ്കല്പത്തിലാണ് ഈ പ്രതിഷ്ഠ. കിരാത പാർവതി സങ്കല്പമാണ് പ്രധാനമെങ്കിലും വനദുർഗാഭാവവും ഭഗവതിക്കുണ്ട്. അതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല. ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. ഉപദേവതകൾ. ഒരേ വിഗ്രഹത്തിൽ തെക്കോട്ട് ദർശനമായി നരസിംഹമൂർത്തിയെയും വടക്കോട്ട് ദർശനമായി സുദർശനമൂർത്തിയെയും ശ്രീകോവിലിൻ്റെ മുന്നിൽ ഉയർന്നു കാണുന്ന തറയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഭഗവതിയുടെ ഉഗ്രത കുറയ്ക്കാൻ വേണ്ടിയാണ് ഇതെന്ന് സങ്കല്പിക്കപ്പെടുന്നു. കാടാമ്പുഴ ദേവിക്കൊപ്പം അദൃശ്യ സാന്നിധ്യമായി ഗണപതിയുടെയും സുബ്രഹ്മണ്യൻ്റെയും സങ്കല്പങ്ങളുണ്ട്. ശ്രീകോവിലിൻ്റെ വടക്ക് ഭാഗത്ത് നാഗദൈവങ്ങളുടെയും തെക്ക് ഭാഗത്തെ പൂർണ്ണ
പുഷ്പകലാസമേതനായ ധർമ്മശാസ്താവിൻ്റെയും പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിൽ നിത്യേന 3 പൂജയുണ്ട്: ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവ. ഉച്ചപൂജയ്ക്ക് മുമ്പ് പൂമൂടൽ, 3ാമത്തെ പൂജ അസ്തമയത്തിന് മുമ്പ് കഴിയണമെന്നാണ് ചിട്ട. തന്ത്രം അണ്ടലാടി മനയ്ക്കാണ്. ക്ഷേത്രത്തിൽ നിന്ന് അല്പം പടിഞ്ഞാറ് മാറി മാടമ്പിയാർക്കാവ് എന്ന പേരിൽ ഒരു ചെറിയ ശിവക്ഷേത്രവുമുണ്ട്. കിരാതമൂർത്തിയായ ശിവനാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ. ഭഗവതിക്കൊപ്പം ഇവിടെ എത്തിയ ശ്രീ പരമേശ്വരനാണ് ഇതെന്ന് വിശ്വസിച്ചു വരുന്നു. അതിനാൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ ഇവിടെയും ദർശനം നടത്താറുണ്ട്. കൂടാതെ ഗണപതി, ശ്രീകൃഷ്ണൻ, ഭദ്രകാളി, ധർമ്മശാസ്താവ്, നാഗദൈവങ്ങൾ എന്നിവരും പ്രതിഷ്ഠകളായുണ്ട്. എല്ലാവരും കിഴക്കോട്ട് ദർശനമായാണ് കുടികൊള്ളുന്നത്. വഴിപാടുകൾ. മുട്ടറുക്കൽ. പ്രധാന വഴിപാട് മുട്ടറുക്കലാണ്. ശ്രീകോവിലിന് മുന്നിൽ ഒരു കല്ലിൽ ശാന്തിക്കാരൻ നാളികേരമുടച്ച് നടത്തുന്നതാണ് ഈ വഴിപാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുട്ടറുക്കൽ നടക്കുന്നത് കാടാമ്പുഴയിലാണ്. പുറത്തുനിന്നും നാളികേരം വാങ്ങി തേങ്ങ മുക്കാൻ പ്രത്യേകം പണി കഴിപ്പിച്ച ടാങ്കിൽ മുക്കിയാണ് ഭക്തൻ ക്ഷേത്രത്തിനുള്ളിൽ കടക്കേണ്ടത്. നാളും പേരും മുട്ടറുക്കൽ എന്തിനോ അതും പറഞ്ഞ് ശാന്തിക്കാരൻ ശ്രീകോവിലിൽ നാളികേരം ഉടയ്ക്കുന്നു. ഉടയ്ക്കുന്നതനുസരിച്ച് ശരിയായോ ദോഷം തീർന്നോ എന്നും മനസ്സിലാക്കുന്നു. നാളികേരത്തിൻ്റെ 2 മുറികളും വഴിപാടുകാരന് തന്നെ നൽകുന്നു. ഭൂമിമുട്ട്, ഗൃഹമുട്ട്, വിദ്യാമുട്ട്, മംഗലമുട്ട്, സന്താനമുട്ട്, ശത്രുമുട്ട്, വാഹനമുട്ട് എന്ന പല മുട്ടറുക്കൽ വഴിപാട് നടത്തുന്നുണ്ട്. പൂമൂടൽ. മറ്റൊരു പ്രധാന വഴിപാടാണ് പൂമൂടൽ. ഒരു ദിവസം ഒരാൾക്ക് മാത്രമേ ഈ വഴിപാട് നടത്തുകയുള്ളൂ. ഭഗവതിക്ക് ആദ്യ പൂമൂടൽ നിർവഹിച്ചത് ശങ്കരാചാര്യരാണെന്നാണ് ഐതിഹ്യം. കാട്ടുചെത്തിപ്പൂക്കൾ കൊണ്ടാണ് പൂമൂടൽ. അതുകൊണ്ട് ക്ഷേത്രത്തിൽ ചെത്തിപ്പൂവിന് പ്രാധാന്യം ഏറെയുണ്ട്. ഉച്ചപൂജ സമയത്താണ് പൂമൂടൽ നടത്തുന്നത്. മുന്നിൽ വെച്ചിരിക്കുന്ന വെള്ളിത്തളികയിലേക്ക് നാളും പേരും പറഞ്ഞ് തെച്ചിപ്പൂവ് വർഷിക്കുന്നു. തുടർന്ന് 20 മിനിറ്റോളം പൂമൂടൽ ചടങ്ങുകൾ നടത്തുന്നു. ദേവീസ്തുതികളാൽ പൂക്കൾ വർഷിച്ചുകൊണ്ടിരിക്കും. ശ്രീകോവിലിലെ ഭഗവതിയുടെ തിടമ്പ് എടുത്തുമാറ്റിയ ശേഷമാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഈ സമയം അത്രയും ശ്രീകോവിൽ അടയ്ക്കാതെ മുൻപിൽ പട്ടുവിരിച്ചിരിക്കും. അതിനാൽ ഈ സമയം ദർശനം അസാധ്യമാണ്. വിശേഷ ദിവസങ്ങൾ. തൃക്കാർത്തിക. കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക. ഭഗവതിയുടെ പിറന്നാളായാണ് തൃക്കാർത്തികോത്സവം ആഘോഷിക്കപ്പെടുന്നത്. വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിലാണ് കാടാമ്പുഴ ഭഗവതിയെ ശങ്കരാചാര്യർ ശ്രീചക്രസമേതം പ്രതിഷ്ഠിച്ചതെന്ന വിശ്വാസത്തിലാണ് ക്ഷേത്രത്തിൽ തൃക്കാർത്തികോത്സവം നടത്തപ്പെടുന്നത്. അന്നേ ദിവസം പുലർച്ചെ 3:30 തന്നെ നട തുറക്കുന്നു. തുടർന്ന് ക്ഷേത്രസന്നിധിയിലും കൽവിളക്കുകളും തൃക്കാർത്തിക ദീപങ്ങൾ തെളിയിക്കുന്നു. തുടർന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നു. അന്ന് പിറന്നാൾ സദ്യയുടെ ഭാഗമായുള്ള പ്രസാദഊട്ട് ഉണ്ടാകാറുണ്ട്. ആയിരങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. നവരാത്രി. ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമാണ് നവരാത്രി ഉത്സവം. കന്നിമാസത്തിലെ വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതലുള്ള 9 ദിവസമാണ് നവരാത്രിയായി ആഘോഷിക്കുന്നത്. ധാരാളം കലാപരിപാടികളും അതോടനുബന്ധിച്ച് നടക്കാറുണ്ട്. നവരാത്രിയിൽ പ്രധാന മൂർത്തിയായി ആരാധിക്കുന്നത് ദുർഗാ ഭഗവതിയെ തന്നെയാണ്. നവരാത്രി 8ാം ദിവസം ദുർഗാഷ്ടമി നാളിൽ പ്രധാനം ദുർഗയാണ്. വിജയദശമി ഭഗവതി മഹിഷാസുരനിൽ വിജയം വരിച്ച ദിവസമാണ് എന്നാണ് വിശ്വാസം. നിരവധി ഭക്തരാണ് ഈ ദിവസങ്ങളിൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ദുർഗയ്ക്ക് മഹാസരസ്വതി ഭാവം കൂടിയുള്ളതിനാൽ ഇവിടെ വിദ്യാരംഭം നടത്തുന്നതും ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. ധാരാളം ഭക്തരാണ് വിദ്യാരംഭത്തിനായി കാടാമ്പുഴയിൽ എത്തിച്ചേരുന്നത്. ദുർഗേത ലക്ഷാർച്ചന. എല്ലാ വർഷവും ധനുമാസത്തിൽ നടക്കുന്ന ദുർഗേത ലക്ഷാർച്ചന ഈ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന ആണ്ടുവിശേഷമാണ്. ക്ഷേത്രത്തിൻ്റെ അഭിവൃദ്ധിക്ക് പൂർവ്വകാല ആചാര്യന്മാർ നിഷ്കർഷിച്ചിട്ടുള്ള വഴികളിലൊന്നാണ് വേദമന്ത്ര ജപം എന്നതിനാൽ ഈ ചടങ്ങിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ചും ധാരാളം കലാപരിപാടികളുമുണ്ട്. പ്രധാന ദിവസങ്ങൾ: ചൊവ്വ, വെള്ളി, പൗർണമി, അമാവാസി, നവരാത്രി. മലയാളം, ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി, ജന്മനക്ഷത്ര ദിനം തുടങ്ങിയ ദിവസങ്ങൾ ദേവീ ദർശനത്തിന് പ്രധാനം. ദർശന സമയം: രാവിലെ 4:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വൈകുന്നേരം 3:30 മുതൽ രാത്രി 7 മണി വരെയുമാണ് ദർശന സമയം. പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ദേവി മഹാത്മ്യം. ദുർഗേ സ്മൃതഹരസി ഭീതിവശേഷജന്തോ സ്വസ്തി സ്മൃതമതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖഭയഹാരിണികാ ത്വദന്യ സർവോപകാരകരണായ സദാർത്ഥചിത്താം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണ സർവസാർത്ഥി ഹരേ ദേവി നാരായണി നമസ്തുതേ.
സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭൈഭ്യസ്രാഹിനോ ദേവി ദുർഗേ ദേവി നമസ്തുതേ. ജ്വാലകരാളമത്യുഗ്രം അശേഷാസുരസുതനം ത്രിശൂലം പാതുനോ ഭീതർഭദ്രകാളി നമസ്തുതേ. രോഗാനശേഷാനപഹംസി ദുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭിഷ്ടാൻ തോമാശ്രിതനാം ന പിന്നരാം തോമാശ്രിതാശ്രിതാം പ്രയാന്തി സർവബാധ പ്രശമനം ത്രൈലോക്യസാഖിലേശ്വരി ഏവമേവ ത്വയാ കാര്യം അസ്മൈ ദുരിവിനാശനം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലം ധർമ്മച്ച മാം ച മാലയ പാലയ. മഹേശ്വരപ്രദേ ദേവി മഹാത്രിപുരസുന്ദരി മഹാവീര്യ മഹേശി ശ്രീഭദ്രകാളി നമസ്തുതേ. സർവവ്യാധി പ്രശമിനി സർവമൃത്യുനിവാരിണി സർവമന്ത്രസ്വരൂപേ ശ്രീഭദ്രകാളി നമസ്തുതേ. പുരുഷാർത്ഥപ്രദേ ദേവി പുണ്യഫലപ്രദേ പരബ്രഹ്മസ്വരൂപേ ശ്രീഭദ്രകാളി നമസ്തുതേ. ഈശ്വരി പരമേശ്വരി ജഗദീശ്വരി മഹേശ്വരി ദേവി ദേവി മഹാഭയങ്കരി ഭദ്രകാളി നമസ്തുതേ. മഹാകാളി നമസ്തുഭ്യം നമസ്തുഭ്യം. സുരേശ്വരി ഭദ്രകാളി നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ. ഓം ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേവി ദേഹി മേ പരമേശ്വരി. ലളിതേ സുഭഗേ ദേവി സുഖ സൗഭാഗ്യദായിനി ആനന്ദം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമഃ. കാത്യായനി മഹാമായേ ഭവാനി ഭുവനേശ്വരി സംസാരസാഗരേ മഗ്നം ദീനം മാ കരുണാമയി. ബ്രഹ്മവിഷ്ണു ശിവാരാധ്യേ പ്രസീദ ജഗദംബികെ മനോഭിലഷിതം ദേവി വരം ദേവി മഹോസ്തുതേ. അംബികാനാദിനിധനം അശ്വരൂഢാപരാജിതാം യാ ദേവി സർവഭൂതേഷു ശക്തിരൂപേണ സംസ്ഥിത നമസ്തസ്യ 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 നമോ നമഃ.